നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ടോക്സിക് ഫാൻ ഫൈറ്റുകളെ കുറിച്ചാണ്. അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നിങ്ങളുമായിട്ട് എൻ്റെ കുറച്ച് ചോദ്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവ തന്നെയാണോ നിങ്ങൾക്കും തോന്നുന്നത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ എടുക്കാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞതിന് നിമിഷങ്ങൾക്കകം അശ്വം കോക്ക് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഫുള്ള് അസഭ്യമാണ് അതിനകത്ത്. അതിലുള്ള അസഭ്യം പോട്ടെ, അതിൻ്റെ ചോട്ടിൽ വന്നിക്കണ കമൻറ്റുകളിൽ അസഭ്യത്തിൻ്റെ പെരുമഴ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ആരെങ്കിലും ഈ അസഭ്യ വാക്കുകൾക്ക് ഒരു ഡിക്ഷണറി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. അസഭ്യ വർഷം നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോൾ തോന്നി. കാരണം വേറൊന്നുമല്ല, വെറും 5 മണിക്കൂർ കൊണ്ട് 7000-ലധികം ലൈക്കാണ് ആ ഒരു പോസ്റ്റിന് കിട്ടിയിട്ടുള്ളത്. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം ആൾക്കാർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഫാൻ ഫൈറ്റിൻ്റെ ഏറ്റവും മോശം വേർഷനായിട്ടുള്ള ആ ഒരു പോസ്റ്റിന് 7000 ലൈക്ക് കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ അതൊരു നോർമലൈസ്ഡ് വേർഷനായി അല്ലെങ്കിൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് അതിനെ സ്ഥാപിക്കുകയും ചെയ്യുന്നതല്ലേ ഈ പോസ്റ്റും ഈ ലൈക്കുകളും എന്നുള്ളതാണ് ഒരു ചിന്തയാണ് എനിക്കപ്പോൾ വന്നത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ശരിക്കും ഇതൊരു മാനസിക പ്രശ്നം പോലെയാണ് എനിക്ക് തോന്നിയത്. മത്സരങ്ങൾ വേണം, അതിനെ ആരാധിക്കണം, അതിലുള്ള കളിക്കാർക്ക് ഒരുപാട് ആരാധകരും ഉണ്ടാവും. മെസ്സി റൊണാൾഡോ ഫാൻസ് തമ്മിലുള്ള ഫൈറ്റുകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അതിലെല്ലാം അസഭ്യവർഷങ്ങൾ വരാറുമുണ്ട്, അതിൽ വരമ്പുകൾ ലംഘിച്ച് പോകാറുമുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നുള്ളത് ഒരു സംശയം തോന്നി. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളടുത്തും കൊണ്ടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലെ അസഭ്യവർഷ പ്രയോഗം അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടുന്നത് മാനസികപരമായിട്ട് നമുക്കത് നല്ലതാണോ എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയം തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.